വെൽക്കം ടു മാം ഓഫ് 3 കുക്കീസ്. ഇന്ന് ഷെയർ ചെയ്യുന്ന റെസിപ്പി ബീഫ് ഉരുളക്കിഴങ്ങ് പെർലനാണ്. ഇവിടെ 1/2 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. ആദ്യം ബീഫ് കുക്കറിൽ വേവിക്കണം. അതിനായി ബീഫിലേക്ക് മല്ലിപ്പൊടി 2 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഇഞ്ചി 1 ഇഞ്ച്, 7 വെളുത്തുള്ളി ചതച്ചത്, വിനീഗർ 1/2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, ഉപ്പ് 1 ടീസ്പൂൺ. ഇതെല്ലാം നന്നായി യോജിപ്പിക്കുക. വെള്ളം ഒഴിക്കേണ്ട, ബീഫിലെ വെള്ളം ഇറങ്ങി അത് വേകും. ഫസ്റ്റ് വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലും ബാക്കി 5 വിസിൽ വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിലുമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ബീഫിൻ്റെ വേവ് കൃത്യമായി പറയാൻ പറ്റില്ല. ഓരോ സ്ഥലത്ത് കിട്ടുന്ന ബീഫിൻ്റെയും കുക്കറിൻ്റെ വലിപ്പം അനുസരിച്ചും വ്യത്യസ്തപ്പെട്ടിരിക്കും. ബീഫ് വേകുമ്പോഴത്തേക്ക് കറിക്ക് ആവശ്യമായ ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അതിനായി ഒരു പാനിൽ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് 1/2 ടീസ്പൂൺ. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലാക്കി ഇഞ്ചി 1 ഇഞ്ച് ചതച്ചത്, വെളുത്തുള്ളി 15 ചതച്ചത് 5-6 സെക്കൻഡ് വഴറ്റിയതിന് ശേഷം 2 ടേബിൾ സ്പൂൺ ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത്, ഒന്ന് വഴറ്റിയതിന് ശേഷം 2 പച്ചമുളക് കീറിയത്, 3 സവോള അരിഞ്ഞത്, 1/4 ടീസ്പൂൺ ഉപ്പ്, 3 തണ്ട് കറിവേപ്പില. സവോള ഗോൾഡൻ കളർ ആകുന്നത് വരെ വഴറ്റുക. നന്നായി വഴന്നതിന് ശേഷം തക്കാളി 2 ചെറുതായി അരിഞ്ഞത് നന്നായി വെന്തുടയുന്നത് വരെ വഴറ്റുക. തക്കാളി നന്നായി വെന്തുടഞ്ഞതിനു ശേഷം ലോ ഫ്ലെയിമിലാക്കി 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, പച്ചച്ചുവ മാറുന്നത് വരെ 30 സെക്കൻഡ് വഴറ്റുക. അതിനുശേഷം 2 ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളാക്കിയതും വേവിച്ച ബീഫും അതിലെ വെള്ളവും ചേർത്ത് 10 മിനിറ്റ് അടച്ചു വേവിക്കുക. 2-3 മിനിറ്റ് കൂടുമ്പോൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. വെന്ത ബീഫിലെ വെള്ളം കുറവാണെങ്കിൽ ഉരുളക്കിഴങ്ങ് വേകാനുള്ള ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് വെന്ത ശേഷം 1/2 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് ഇളക്കി ഫ്ലെയിം ഓഫ് ചെയ്യാം. തേങ്ങാപ്പാൽ തിളയ്ക്കാൻ പാടില്ല. തേങ്ങാപ്പാൽ ചേർക്കാതെയും ഈ കറി ഉപയോഗിക്കാവുന്നതാണ്. തേങ്ങാപ്പാൽ ചേർത്താൽ കറിയുടെ ടേസ്റ്റ് കൂടും. ടേസ്റ്റി ബീഫ് ഉരുളക്കിഴങ്ങ് പെർലൻ റെഡിയായിട്ടുണ്ട്. സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ബീഫ് ഉരുളക്കിഴങ്ങ് പെർലൻ എല്ലാവരും ട്രൈ ചെയ്യുക. റിസൾട്ട് കമൻറ്റിൽ അറിയിക്കുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.